ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഇന്ന് കൊച്ചിയിൽ. കൊച്ചി കപ്പൽശാലയിലെ 2 ഹരിത ടഗ്ഗുകളുടെ സ്റ്റീൽ കട്ടിംഗ് ചടങ്ങിൽ പങ്കെടുക്കും. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് തൽക്കാലം പ്രവർത്തനം തുടരാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. വിധി ആശ്വാസകരമെന്ന് മന്ത്രി പി രാജീവ്. പാലക്കാട് കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തം. ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങൾ എത്തുന്നത് തടയാൻ പ്രതിരോധ മാർഗ്ഗങ്ങൾ കൂടുതൽ ഊർജിതമാക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. സംസ്ഥാനത്ത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുമായി മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ചർച്ച നടത്തും. ആഗോള വിപണികളിലെ നഷ്ടത്തെ തുടർന്ന് രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ബംഗളൂരു പോരാട്ടം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ പോർച്ചുഗൽ സ്ലൊവാക്യ സന്ദർശനത്തിന് തുടക്കമായി. ഇന്ന് പുലർച്ചെ ലിസ്ബണിലെത്തിയ രാഷ്ട്രപതി പോർച്ചുഗലിൽ പ്രസിഡന്റ് മാർസെലോ റെബെല്ലോ ഡിസൂസയുമായി ചർച്ച നടത്തും. പോർച്ചുഗലിലെ ഇന്ത്യൻ സമൂഹത്തെയും വിവിധ സർവകലാശാലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞരുമായും കൂടിക്കാഴ്ച നടത്തും. യാത്രയുടെ 2ാം പാദത്തിൽ ഈ മാസം 9-ന് രാഷ്ട്രപതി സ്ലൊവാക്യ സന്ദർശിക്കും. കൊച്ചി കപ്പൽശാല നിർമ്മിക്കുന്ന 2 ഹരിത ടഗ്ഗുകളുടെ സ്റ്റീൽ കട്ടിംഗ് ചടങ്ങിൽ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഇന്ന് വൈകുന്നേരം പങ്കെടുക്കും. കപ്പൽശാലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന സക്ഷൻ ഹോപ്പർ ഡ്രഡ്ജറിന്റെ നിർമ്മാണ പുരോഗതിയും മന്ത്രി വിലയിരുത്തും. കൂടാതെ ടെറാമാരിസ് മിയാവാക്കി വാക്ക് വേകളുടെ സമർപ്പണവും അദ്ദേഹം നിർവഹിക്കും. സംസ്ഥാന സർക്കാർ നിയമിച്ച മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് തൽക്കാലം പ്രവർത്തനം തുടരാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. കമ്മീഷൻ റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് നടപടി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച അപ്പീലിലാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് എസ് മനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. അപ്പീൽ ജൂൺ 16-ന് വീണ്ടും പരിഗണിക്കും. അതേസമയം മുനമ്പം വിഷയത്തിലെ ഹൈക്കോടതി വിധി ആശ്വാസകരമാണെന്ന് മന്ത്രി പി രാജീവ്. കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുനമ്പത്ത് നിന്ന് ആരെയും കുടിയൊഴിപ്പിക്കില്ല എന്ന സർക്കാർ നിലപാട് മന്ത്രി ആവർത്തിച്ചു. അപ്പീലിൽ വാദം കേട്ട് വിധി പറയുന്നതിന് സമയമെടുക്കും എന്നത് കണക്കിലെടുത്തുകൊണ്ടാണ് വിധി വരുന്നത് വരെ പ്രവർത്തനം തുടരാൻ അനുവദിക്കണം എന്നുള്ള ഒരു ഡിവിഷൻ ബെഞ്ചിന്റെ മുൻപിൽ വച്ചത്. ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ അത് അംഗീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇത് സഹായകരമാകും. എന്തായാലും ജൂണോടുകൂടിയായിരിക്കും അപ്പീലിലെ വിധി ഫൈനൽ വെർഡിക്റ്റ് വരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ സുഗമമായി കൊണ്ടുപോകുന്നതിന് ഒരു അനുകൂലമായ സാഹചര്യം ഈ ഡിവിഷൻ ബെഞ്ച് വിധിയോടുകൂടി സംജാതമായിട്ടുണ്ട്. ഇന്ന് ലോകാരോഗ്യ ദിനം. 1948-ൽ ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായതിന്റെ വാർഷികമാണ് ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത്. ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷ നിർഭരമായ ഭാവി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. അഭിവൃദ്ധി പ്രാപിക്കുന്ന സമൂഹത്തിന്റെ അടിത്തറ നല്ല ആരോഗ്യമാണെന്ന് ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ലോകാരോഗ്യ ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സർക്കാർ ആശുപത്രികളിൽ മുൻകൂർ ടോക്കൺ, ഡിജിറ്റൽ പണമിടപാടുകൾ എന്നിവ ആരംഭിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. പാലക്കാട് മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് സിപിഐഎം മുണ്ടൂർ പഞ്ചായത്തിൽ ഹർത്താൽ നടത്തുകയാണ്. ബിജെപി മലമ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിഎഫ്ഒ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കോൺഗ്രസും സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡിഎഫ്ഒ ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. ഇന്നലെ രാത്രിയാണ് മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ കയറാംകോട് സ്വദേശി അലൻ കൊല്ലപ്പെട്ടത്. അലനൊപ്പമുണ്ടായിരുന്ന മാതാവ് വിജി പരിക്കുകളോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ജനവാസ മേഖലയിലേക്കെത്തുന്ന വന്യമൃഗങ്ങളെ തടയാൻ പ്രതിരോധ മാർഗ്ഗങ്ങൾ കൂടുതൽ ഊർജിതമാക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം. വനം വകുപ്പിന് വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ നമ്മൾ നടത്തുന്ന ശ്രമങ്ങളൊന്നും തന്നെ അത് പൂർണ്ണമായ ഒരു പ്രതിഫലനം ഉണ്ടാകുന്നില്ല. നമ്മൾ നിരവധി പരീക്ഷണങ്ങൾ നടത്തും. മതിലുകൾ സ്ഥാപിച്ചു, ട്രെഞ്ചിങ് നടത്തി, ഫെൻസിംഗ് നടത്തി. ഇപ്പം നമ്മൾ പരീക്ഷിക്കുന്നത് ഈ ഫെൻസിംഗ് എന്ന ഒരു പുതിയ സങ്കേതം കണ്ടെത്തിയിട്ടുണ്ട്. ആ സങ്കേതം പരീക്ഷണാർത്ഥം വയനാട് ജില്ലയിലെ 2 സ്ഥലത്ത് നടത്തുന്നുണ്ട്. അത് വിജയകരമാണെന്ന് കണ്ടാൽ ഭാരിച്ച സാമ്പത്തിക ബാധ്യത ഉള്ളതാണെങ്കിലും അത് സംബന്ധിച്ച് കൂടുതൽ വ്യാപകമായി അത് ഏർപ്പെടുത്താൻ സാധിക്കുന്ന കാര്യമാണ്. അടിയന്തരമായും ആലോചിക്കുക.
സംസ്ഥാനത്ത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുമായി മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ചർച്ച നടത്തും. വൈകുന്നേരം 3 മണിക്ക് തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ചേംബറിലാണ് കൂടിക്കാഴ്ച. സർക്കാരും സമരക്കാരും തമ്മിൽ 3 തവണ ചർച്ച നടന്നെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായില്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 3 ദിവസത്തെ ധനനയ യോഗത്തിന് മുംബൈയിൽ തുടക്കം. റിപ്പോ പലിശ നിരക്കുകൾ സംബന്ധിച്ച തീരുമാനം യോഗം കൈക്കൊള്ളും. 2025-2026 സാമ്പത്തിക വർഷത്തെ ആദ്യ ധനനയ യോഗമാണിത്. റിപ്പോ റിവേഴ്സ് റിപ്പോ നിരക്കുകൾ മറ്റന്നാൾ പ്രഖ്യാപിക്കും. 2 മാസത്തിലൊരിക്കലാണ് RBI ധനനയ യോഗം ചേരുന്നത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിലെ 14 കേന്ദ്രങ്ങളിൽ അമൃത വിശ്വവിദ്യാപീഠം ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കുന്നു. നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ വരുന്നതോടെ ഉരുൾപൊട്ടൽ സാധ്യതകൾ മുൻകൂട്ടി അറിയാനും സാധിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അമൃത വിശ്വവിദ്യാപീഠം വയനാടിനായി സംസ്ഥാന സർക്കാരിന് ദുരിതാശ്വാസ പാക്കേജ് സമർപ്പിച്ചിരുന്നു. ദുരന്തബാധിതർക്ക് പിന്തുണ നൽകുന്നതിന് വിഭാവനം ചെയ്ത 15 കോടി രൂപയുടെ പദ്ധതി പാക്കേജിൽ ഉൾപ്പെടും. പദ്ധതിയുടെ ഭാഗമായാണ് ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കുന്നത്. ഉരുൾപൊട്ടൽ സാധ്യത മനസ്സിലാക്കുന്നതിനും മുന്നറിയിപ്പ് നൽകുന്നതിനും നിരീക്ഷണത്തിനുമുള്ള IoT സംവിധാനങ്ങൾ എന്നിവ വിശ്വവിദ്യാപീഠത്തിന്റെ പ്രൊജക്ടിന്റെ ഭാഗമാണ്. പദ്ധതി യാഥാർത്ഥ്യമായാൽ ഉരുൾപൊട്ടൽ സാധ്യത നേരത്തെ അറിയുവാനും കഴിയും. സംസ്ഥാന കേരളോത്സവത്തിന്റെ ഭാഗമായി നോ പറയാം മയക്കുമരുന്നിനോട് ചേർത്തുപിടിക്കാം നമ്മുടെ നാടിനെ എന്ന മുദ്രാവാക്യവുമായി ഇന്ന് കൂട്ടയോട്ടം സംഘടിപ്പിക്കും. മന്ത്രി കെ രാജൻ വൈകിട്ട് കോതമംഗലത്ത് കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്യും. യുവജനങ്ങളുടെ കലാകായിക സർഗ്ഗശേഷികൾക്ക് അവസരം നൽകുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് സംസ്ഥാന യുവജനക്ഷേമ ബോർഡാണ് കേരളോത്സവം സംഘടിപ്പിക്കുന്നത്. നാളെ കോതമംഗലം മാർ ബേസൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി പി രാജീവ് കേരളോത്സവം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരുടെ ഓൺലൈൻ സ്ഥലമാറ്റ പ്രക്രിയ ഇന്നു മുതൽ ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇതിനായി അധ്യാപകരുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാനും ബന്ധപ്പെട്ട പ്രിൻസിപ്പൽമാർ അത് വെരിഫൈ ചെയ്യാനും കൃത്യമായി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനും ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ പോർട്ടലിൽ പുതിയ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. മധ്യവേനൽ അവധിക്കാലം ആരംഭിച്ചതോടെ ഇടുക്കി അഞ്ചുരുളി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് സന്ദർശകർ എത്തിത്തുടങ്ങി. ഇടുക്കി ടൂറിസം സർക്യൂട്ടിലെ മറ്റ് സ്ഥലങ്ങൾ സന്ദർശിക്കാൻ എത്തുന്നവരിൽ ഏറെയും അഞ്ചുരുളിയിലെത്തിയാണ് പോകുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ഇരട്ടയാർ ഡൈവർഷൻ ഡാമിൽ നിന്ന് ഇടുക്കി ജലാശയത്തിലേക്ക് വെള്ളമെത്തുന്ന തുരങ്കവും അണക്കെട്ടിന്റെ വിദൂര കാഴ്ചകളുമാണ് അഞ്ചുരുളിയെ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാക്കുന്നത്. ആളുകൾ മണിക്കൂറുകളോളം ഇവിടെ ചെലവഴിച്ചാണ് മടക്കം. കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ വേനൽ മഴയിൽ അണക്കെട്ടിലേക്ക് എത്തുന്ന കൈത്തോടുകളിലെയും കട്ടപ്പനയാറിലെയും നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഉച്ചകഴിഞ്ഞ് വേനൽ മഴ പെയ്യാൻ സാധ്യതയുള്ളതിനാൽ രാവിലെയും ഉച്ചയ്ക്കുമാണ് സഞ്ചാരികൾ കൂടുതലായും എത്തുന്നത്. കഴിഞ്ഞ ക്രിസ്തുമസ് പുതുവത്സര അവധിക്കാലത്ത് പ്രതിദിനം 1000-ലേറെ സന്ദർശകർ എത്തിയിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 2778 പോയിന്റ് നഷ്ടത്തിൽ 72,585-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 916 പോയിന്റ് ഇടിഞ്ഞ് 21,988-ലും വ്യാപാരം തുടരുന്നു. ആഗോള വിപണികളിലെ നഷ്ടമാണ് ഇന്ത്യയിലും പ്രതിഫലിച്ചത്. സ്വർണ്ണവിലയിൽ ഇടിവ്. പവന് 200 രൂപ കുറഞ്ഞ് 66,280 രൂപയും ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 8,285 രൂപയുമാണ് ഇന്നത്തെ വില. IPL ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മുംബൈ ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30-ന് മുംബൈയിലാണ് മത്സരം. സംസ്ഥാനത്ത് ഇന്നും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മണിക്കൂറിൽ 30 മുതൽ 40 വരെ കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. 8ാം ക്ലാസ്സിൽ മിനിമം മാർക്ക് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ ഈ മാസം 24 വരെ അധിക പിന്തുണ ക്ലാസ് നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. 2541 സ്കൂളുകളിൽ നിന്നുള്ള 8ാം ക്ലാസ് പരീക്ഷാഫലം നിലവിൽ ലഭ്യമായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഇന്ന് കൊച്ചിയിൽ. കൊച്ചി കപ്പൽശാലയിലെ 2 ഹരിത ടഗുകളുടെ സ്റ്റീൽ കട്ടിംഗ് ചടങ്ങിൽ പങ്കെടുക്കും. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് തൽക്കാലം പ്രവർത്തനം തുടരാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. വിധി ആശ്വാസകരമെന്ന് മന്ത്രി പി രാജീവ്. പാലക്കാട് കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തം. ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങൾ എത്തുന്നത് തടയാൻ പ്രതിരോധ മാർഗ്ഗങ്ങൾ കൂടുതൽ ഊർജിതമാക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. സംസ്ഥാനത്ത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുമായി മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ചർച്ച നടത്തും. ആഗോള വിപണികളിലെ നഷ്ടത്തെ തുടർന്ന് രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ബംഗളൂരു പോരാട്ടം.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.